പ്രിയപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ സുഹൃത്തും പഴയ സഹപ്രവർത്തകനും ഒക്കെ ആയിരുന്ന സഹവച്ചി, അതുപോലെ തന്നെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി കൂടിയായ CMBയുടെ ജനറൽ സെക്രട്ടറി ശ്രാവ് CP ജോൺ, വേദിയിലുള്ള ശ്രാവ് VK രവീന്ദ്രൻ, മാണിക്കര ഉൾപ്പെടെ ഉള്ള CMBയുടെ ബഹുമാന്യരായ നേതാക്കൾ, ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെയും ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെയും ജില്ലാ സാരഥികൾ, പ്രിയമുള്ള സഖാക്കളെ, ഞാൻ കുറച്ച് കാലമായി സഖാക്കളെ എന്ന് അഭിസംബോധന ചെയ്തിട്ട്. ഞാൻ കഴിഞ്ഞ തവണ അവിടെ ഒരു സ്വീകരണത്തിലാണ്, അവിടെയാണ് ഞാൻ അന്നേരം നമ്മുടെ സഖാക്കളെ സ്വാഗതം ചെയ്തത്. അതിനുശേഷം എനിക്ക് സഖാക്കളെയും അഭിസംബോധന ചെയ്യാനുള്ളൊരു വേദി ഇപ്പോഴാണ് കിട്ടിയത്. തീർച്ചയായിട്ടും വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ ദുർഘടമായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. CP എന്താണ് പറയുക എനിക്കറിയില്ല. വളരെ ദുർഘടമായിട്ടുള്ള കാരണം, ഇന്ത്യ രാജ്യം അതിവേഗം ഫാസിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് BJPയുടെ ഭരണകൂടം ഭരണം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയെ തന്നെ ദുർബലപ്പെടുത്താനും ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ ധ്വംസനം നടത്താനും ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായും ഈ BJP ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ അത് വരാൻ വേണ്ടി പോകുന്ന ഫാസിസത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വഹിക്കേണ്ട പങ്ക്. ഇപ്പോൾ ലോകത്ത് തന്നെ ഫാസിസത്തിൻ്റെ അരങ്ങേറ്റ ഘട്ടത്തിൽ ഫാസിസത്തിനെതിരായിട്ടുള്ള ഐക്യമുന്നണി ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഫാസിസത്തിനെതിരായിട്ടുള്ള വിപുലമായ ഐക്യമുന്നണി. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഫാസിസം ആയി എന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഫാസിസം രൂപം കൊണ്ടതിന് ശേഷം, ഇത്ര ഒരു ഭരണകൂടം രൂപം കൊണ്ടതിന് ശേഷം നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. അതിലേക്കാണ് പടിപടിയായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം അവിടെ ഈ പറയുന്ന വ്യവസ്ഥാപിതമായ പരിപാടികൾ മാറ്റി ഈ ആപത്തിനെ ചെറുക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്നിപ്പോൾ നമുക്കറിയാം, കോക്രോച്ച് പാർട്ടി ഇന്നലെ ഒരു വലിയ സമരം വിജയിപ്പിച്ചെടുത്തു. CJP, കോക്രോച്ച് ജനതാ പാർട്ടി. അതിന് മറ്റു പാർട്ടികളുടെ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് രൂപം കൊണ്ടൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ചെറുപ്പക്കാരുടെ പ്രസ്ഥാനം, വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനം. അതിന് ഇതുപോലൊരു സംഘടന ഒന്നുമില്ല. ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒരു പ്രസ്ഥാനം, ഒരു ഗവൺമെൻറ്, ഒരു വലിയ ഗവൺമെൻറ്, സർവശക്തിയുള്ള ഒരു ഗവൺമെൻറ്റിനെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യവസ്ഥാപിത മാർഗത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആലോചിക്കേണ്ട കാര്യമാണ്. ഇവിടെ അതാണ് ആ സമരം നമ്മൾ പഠിപ്പിക്കുന്നത്. എല്ലാവരും പിന്തുണക്കാൻ പോയിട്ടുള്ളത് ശരി തന്നെ. ഇതുപോലെ തന്നെ മുമ്പ് നടന്ന കർഷക സമരം ഉണ്ടായിരുന്നു. ആ കർഷക സമരം ഇതുപോലെ ഗവൺമെൻറ്റിനെ, കേന്ദ്ര ഗവൺമെൻറ്റിനെ കരാറിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചുവെങ്കിലും തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇത് കാണിക്കുന്നത് ഇന്ത്യയിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള BJP ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്, സമരത്തിന് വിപുലമായ ഐക്യത്തിൻ്റെ സാധ്യതയുണ്ട് എന്നാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ എന്ത് പങ്ക് വഹിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സാധിക്കുന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രബല പാർട്ടി CPM ആണ് ഇപ്പോഴും. അതെ, എന്നാൽ അവർ ഇന്ത്യയിൽ നിർവഹിക്കേണ്ടത് കടമ നിർവഹിക്കുന്നുണ്ടോ?
ഇപ്പം നിങ്ങൾക്കറിയാം, ഇവിടെ BJP ചെറുക്കുന്നതിന് വേണ്ടി മുമ്പ് ഒരു പ്രസ്ഥാനം രൂപം കൊണ്ടിരുന്നു, UPA. ആ UPAയിൽ അന്ന് ഇടതുപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ UPA ശിഥിലമായി. എന്തുകൊണ്ട് UPA ശിഥിലമായി? അന്ധമായ കോൺഗ്രസ് വിരോധം CPM വെച്ചു പുലർത്തിയതിൻ്റെ ഫലമാണ് UPA ശിഥിലമായത് എന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം അന്ന് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് അമേരിക്കയുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറിൻ്റെ പേരിലാണ് അതിന് പിന്തുണ ഉപയോഗിച്ചത്. ഞാൻ അതിൻ്റെ കഥകളിലേക്കൊന്നും പോകുന്നില്ല, ചരിത്രമാണ്. അതോടുകൂടി സംഭവിച്ചെന്താ, അന്ന് 62 പേർ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷമായിട്ടുണ്ടായിരുന്നു, 42 പേർ CPM ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എന്തുണ്ടായി? ആ CPM അന്ന് മുതൽ തകർച്ച തുടങ്ങി. അതിനാണ് നേരത്തെ സഖാവ് CP ജോൺ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ആ തകർച്ച അന്ന് മുതൽ ആരംഭിച്ചിട്ടുള്ളതാണ്. ഒരു ബംഗാളും ത്രിപുരയും തകർന്നു വന്ന സുപ്രഭാതത്തിനുണ്ടായ തകർച്ചയല്ല. ഈ തകർച്ച ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ തകർച്ചയാണ്. എന്നാൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ അപ്പോഴും ഇടതുപക്ഷം എന്നുള്ള നിലയ്ക്ക് CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് നിലവിലുണ്ടായിരുന്നു. CMP അന്ന് UDFിനോടൊപ്പമാണ്. പക്ഷേ ഇന്ന് ആ ഇടതുപക്ഷ ഗവൺമെൻറ്റും ഇല്ലാണ്ടായി. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നത് സ്വയം വിമർശനപരമായി പരിശോധിക്കാൻ CPM തയ്യാറില്ല. ഇപ്പോഴും മുകളിൽ മരുന്ന് പുരട്ടുന്ന രീതിയാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? ഇന്ത്യയിൽ ഇന്ന് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയമുണ്ട്. ആ രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ ആകെ യോജിപ്പിക്കണം, അതിന് മുൻകൈ എടുക്കണമെന്നാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ CPM സീല് വെച്ച് കൊടുക്കുന്നവരല്ല. നിരവധി പാർട്ടികളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിരവധിയുണ്ട്. പഞ്ചാബിൽ നിരവധി പാർട്ടി ഉണ്ട്. അടുത്ത CPM ദുർബലപ്പെട്ടു. ഒരു കാലത്ത് നല്ല ശക്തിയുള്ള പാർട്ടിയായിരുന്നു ബംഗാളിൽ, പിന്നെ പഞ്ചാബിൽ, അവിടെ ദുർബലപ്പെട്ടു. ആസാമിൽ ഇല്ലാണ്ടായി, ബീഹാറിൽ, ഒറീസയിൽ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ആ പാർട്ടികൾ ഇല്ലാണ്ടായി. അവിടെയൊക്കെ പുതിയ പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പാർട്ടി 5 പാർട്ടി 10 പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായിട്ട് ഇന്ത്യയിലുള്ളത്. അത്തരത്തിലുള്ള പാർട്ടികളൊക്കെ ഉണ്ട്. എന്നാൽ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ ഘട്ടത്തിൽ ഈ പാർട്ടികളെയൊക്കെ യോജിപ്പിക്കാൻ ഉള്ളൊരു പരിശ്രമം അവർ നയം അംഗീകരിച്ചിരുന്നു. പക്ഷെ അതിനനുസരിച്ച് ശ്രമവും ഉണ്ടായോ? ഇന്നിപ്പോൾ എന്താ പറയുന്നത്? ഇന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ പറയുന്നത് CMPയെ ഒക്കെ പറഞ്ഞ അവർ അംഗീകരിച്ചിട്ടേ ഇല്ല. കാരണം നമുക്കറിയാലോ, ഇപ്പോൾ നമുക്കറിയാം 40 വർഷമായി. ഇതിപ്പോൾ നമ്മൾ 40ാമത്തെ വർഷമാണല്ലോ CMP ആഘോഷിക്കുന്നത്. അതിൻ്റെ MBRൻ്റെ സ്മരണയും. അവിടെ അന്ന് ഇപ്പോഴും CMP എന്ന് പറയുന്ന പാർട്ടി ഈ കേരളത്തിലെ ഒരു ഇടതുപക്ഷ പാർട്ടിയായി ഇന്ന് ആർക്കും അവഗണിക്കാൻ പറ്റാത്ത പാർട്ടിയായി മാറി. അങ്ങനെ മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ട് ജോൺ അതുപോലെ തന്നെ ഒപ്പം ചേർന്നിട്ടുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. അവർ M വി രാഘവൻ എന്ന് പറയുന്ന കരുത്തനായ നേതാവ് മരിച്ചതിന് ശേഷം ആ പാർട്ടിയെ ഈ 40 വർഷം ഇവിടെ സംരക്ഷിച്ച് നിർത്തി കൊണ്ടുപോയി എന്നുള്ളതിൽ സഖാവ് CP ജോൺ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഒരു പാർട്ടിയെ ഇത്രയും 40 വർഷം നിർത്തി ഇന്ന് ആർക്കും അവഗണിക്കപ്പെടാത്ത ഒരു പാർട്ടിയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് CPM ഇടതുപക്ഷ പാർട്ടികളെ ആകെ യോജിപ്പിക്കുന്ന ഒരു നയത്തിലേക്ക് മാറുന്നതിന് പകരം തങ്ങൾക്കെതിരായ നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം വർഗവഞ്ചകന്മാരായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ആക്ഷേപിച്ച് നടക്കുകയാണ് ഇപ്പോഴും. ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനത്തിനെതിരായി നിലപാട് സ്വീകരിച്ചാൽ വർഗവഞ്ചകരാണെങ്കിൽ ഏറ്റവും വലിയ വർഗവഞ്ചകർ CPMകാരാണ്. നിങ്ങൾക്കറിയാലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിലിൽ നിന്ന് 32 പേര് ഇറങ്ങി വന്നു. അന്ന് അവരെ വിളിച്ചതെന്താ? അന്ന് ഡാങ്ങിയും അവരും എല്ലാം തന്നെ വിളിച്ചത് വർഗവഞ്ചകരെന്നാണ്. ആ വർഗവഞ്ചകരെന്ന് വിളികെട്ടതാണ്. സഖാവ് VS-നെയും AKG EMS-നെയും ഒക്കെ വിളിച്ചത് വർഗവഞ്ചകരെന്നാണ്. എന്നാൽ അതാണ് പിന്നീട് CPM-ആയി മാറിയത്. അതുപോലെ തന്നെ നമ്മൾ കാണണം, ഒരു ഭൂരിപക്ഷം പാർട്ടിയിലെ ഭൂരിപക്ഷം ന്യൂനപക്ഷം അല്ല തീരുമാനിക്കപ്പെടുന്നത്. ന്യൂനപക്ഷം ശരിയാണെന്ന് തെളിയിച്ച ഒട്ടേറെ അനുഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷമാണ് ശരി, ഭൂരിപക്ഷമല്ല ശരി എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ CMP ഒരു ചെറിയ പാർട്ടിയാണെന്നുള്ളതുകൊണ്ട് ആ CMP അല്ല പിന്നെ ശരി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ന്യൂനപക്ഷം ശരിയായിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങൾ ഈ പാർട്ടിക്ക് നടത്തുന്നത്. ന്യൂനപക്ഷമാണ് ശരി. ഞങ്ങൾ ഉന്നയിച്ച കാര്യവും അത് തന്നെയാണ്. ഞാൻ ഒറ്റക്കാണ്, കുഞ്ഞികൃഷ്ണനും ഒറ്റക്കാണ്.
ഞങ്ങൾ സ്വതന്ത്ര MLA-മാരായി UDF-ന്റെ പിന്തുണയോട് ജയിച്ചവരാണ്. പക്ഷേ നിങ്ങൾ കാണുന്നത് ഇന്ന് കേരളത്തിലുടനീളം എന്തിനേറെ കേന്ദ്ര കമ്മിറ്റിയിൽ പോലും ചർച്ച ചെയ്യുന്നത് തളിപ്പറമ്പിനെയും പയ്യന്നൂരിനെയും ഞങ്ങളെയും കുറിച്ചാണ്. അങ്ങനെ ചർച്ച ചെയ്യാനായില്ലേ? എല്ലാ പാർട്ടി ബ്രാഞ്ച് തലം മുതൽ ചർച്ച ചെയ്യപ്പെടുകയല്ലേ? ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ തെറ്റായിരുന്നോ? ഏതെങ്കിലും ബ്രാഞ്ച് പറഞ്ഞോ കുഞ്ഞികൃഷ്ണൻ സ്വീകരിച്ച വഴി തെറ്റ്, ഗോവിന്ദമാഷ് സ്വീകരിച്ചത് തെറ്റ് എന്ന് ഏതെങ്കിലും ബ്രാഞ്ച് സഹകരണം ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ പറയുന്നു നേതാക്കന്മാർ പറയുന്നു തെറ്റ് എന്ന്. പക്ഷേ അപ്പോഴും നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും പറയുന്നത് പെശകായിരുന്നു പാർട്ടി എടുത്ത തീരുമാനം എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ എടുത്ത തീരുമാനം ശരിയായി. അപ്പൊ ആരാ വർദ്ധവഞ്ചകര്? ഞങ്ങൾ എടുത്ത തീരുമാനമാണ് ശരിയെന്ന പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച തീർന്നിട്ടില്ല, ഇനിയും ചർച്ച തുടരുകയാണ്. കുറെ കാലം ആരംഭിച്ചിട്ട് ഇനിയും തുടരും. ആ ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ ശരി എന്നാണ് പാർട്ടി ആകെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആരാ വർഗവഞ്ചകര്? ഞങ്ങളാണോ വർഗവഞ്ചകര്? ഞങ്ങളുടെ നിലപാട് ശരിയാണെന്ന് CPM ആകെ ചർച്ച ചെയ്യുന്നു. ഞങ്ങളുടെ നിലപാട് ശരിയാണെന്ന് CPM-ന്റെ ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും എന്തിനേറെ ജില്ലാ കമ്മിറ്റിയും എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സ്വീകരിച്ചത് തെറ്റാണ് എന്ന് കേന്ദ്ര കമ്മിറ്റിക്ക് ഈ കമ്മിറ്റിയെക്കുറിച്ച് സംസ്ഥാന കമ്മിറ്റിയെക്കുറിച്ച് പറയേണ്ടി വന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ തിരുത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് സംസ്ഥാന കമ്മിറ്റിയെക്കുറിച്ച് പറഞ്ഞത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ അല്ല തിരുത്തേണ്ടത്, സംസ്ഥാന കമ്മിറ്റിയെ തന്നെയാണ്. ഞാൻ അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് വൈകികളിൽ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആരാണ് വർഗവഞ്ചകർ? പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തീരുമാനം, ഒരു കാര്യം, അതിനെ തീർത്തും അവഗണിച്ചുകൊണ്ട് പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിച്ചതാണോ വർഗവഞ്ചന? എന്റെ ചോദ്യം അതായിരുന്നു. ഏതാണ് വർഗവഞ്ചന? ഞാനിവിടെ പയ്യന്നൂർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടില്ലേ? പാർട്ടി തന്നെ ചർച്ച ചെയ്തില്ലല്ലോ. അവിടെ പറ്റില്ല, പാടില്ല, ജനങ്ങൾ അംഗീകരിക്കില്ല പറഞ്ഞപ്പോൾ കൂട്ടാക്കിയോ? തളിപ്പറം എന്നെ പറഞ്ഞപ്പോൾ ആ സ്ഥാനാർത്ഥി നിർത്തരുത് എന്ന് പാർട്ടി ബ്രാഞ്ച് തലം മുതൽ മുഴുവൻ പാർട്ടി പറഞ്ഞിട്ടില്ലേ? അതെല്ലാം നിങ്ങൾ ലംഘിക്കല്ലേ ചെയ്തത്? ആരാ വഞ്ചന കാണിച്ച്? പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്ത ഒരു കാര്യം ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ വ്യക്തിപരമായ കാര്യം അടിച്ചേൽപ്പിച്ചതാണോ വർഗവഞ്ചന? അതിനെ എതിർത്തതാണോ വർഗവഞ്ചന? ഞങ്ങളതിനെ എതിർത്തു. നിങ്ങൾ എന്ത് വിളിച്ചാക്ഷേപിച്ചാലും ഞങ്ങൾ ഇന്നും ഞങ്ങൾ എടുത്ത നിലപാട് ശരിയായിരുന്നു. ആ നിലപാടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ പിന്നെ ഈ പാർട്ടി ഇത്രയും കാലം പ്രവർത്തിച്ചതിന് ഒരർത്ഥവുമില്ല എന്ന് കരുതുന്ന ആളായ. കാരണം അത്രയേറെ അനീതിയാണ് നിങ്ങൾ പാർട്ടിയിൽ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് ഇന്ത്യയിൽ ഉയർന്നു വരേണ്ടത്, ഇന്ന് ഒരു അതായത് BJP എതിർക്കാൻ പാകത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ മുന്നണി രൂപീകരിക്കുക, ഐക്യമുണ്ടാക്കുക, ഫാസിസത്തിനായിട്ടുള്ള വിപുലമായ ഐക്യമുന്നണി എന്ന തത്വമാണ് ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടത്. അതിന് CPM തയ്യാറാകുമോ? ഇപ്പൊ നമുക്കറിയാം ഇന്ത്യ മുന്നണിയിൽ ഇട്ട് CPM, പക്ഷെ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് പിന്തുണച്ചു പോയി എന്നുള്ളതാണ് മഹാപരാധമായിട്ട് അവരോട് പ്രചരിപ്പിക്കുന്നത്. ഇപ്പോ രാഹുൽ ഗാന്ധിയുടെ കൂടെ തന്നെ ചേർന്ന് ഫോട്ടോയിൽ വരാൻ വേണ്ടി ഈടെ MP-മാരും ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടുകയാണല്ലോ. അവരിപ്പോ പറയാണ് നമ്മൾ കോൺഗ്രസിന്റെ പിന്തുണ മേടിച്ച വലിയ തെറ്റായി പോയി. കോൺഗ്രസ് ഇല്ലാതെ ഇന്ത്യയിൽ ഇന്ന് ഫാസിസത്തിനെ ചെറുക്കാൻ കഴിയോ? പറയട്ടെ. കേരളത്തിൽ പാർട്ടി ഉണ്ട്, CPM ഉണ്ട്, കുറച്ച്. അത് എത്ര കാലം ബംഗാളിൽ ഉണ്ടായിരുന്നല്ലോ. എത്ര കാലം നിങ്ങൾ ഈ രീതിയിൽ പോയാൽ ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷെ ഇവിടുത്തെ CPM പറയട്ടെ, കോൺഗ്രസിനെ ഇല്ലാതെ ഇന്ത്യയിൽ BJP-യെ എതിർക്കാൻ, BJP ഉയർത്തിക്കൊണ്ടുവരുന്ന വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ എതിർക്കാൻ കോൺഗ്രസ് ഇല്ലാതെ സാധിക്കുമോ? ആ ചോദ്യമാണ് ഇത്. ആ കോൺഗ്രസ് വേണ്ടി വരുന്നല്ലേ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചത്. പിന്നെ എന്തിനാ നിങ്ങൾ ഇത്രയും വിരോധം? ഇനി കേരളത്തിന്റെ കാര്യമാണ്. ഞാൻ അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും, കാരണം ഞാൻ നീട്ടില്ല, കാരണം ഇതുവരെ വേദിയിൽ നീട്ടി പറയാൻ പാടില്ല. ഒന്നുകൂടെ പറഞ്ഞ അവസാനം, ബംഗാളിൽ ഇതെല്ലാം ആയിരുന്നില്ല അവസ്ഥ. 35 കൊല്ലം ഭരിച്ചപ്പോൾ നിങ്ങൾക്ക് അവിടെ ഭരണം നഷ്ടപ്പെടുക. അപ്പോഴും കുറേ MLA-മാരുണ്ടായിരുന്നു. പക്ഷെ പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ അതും ഇല്ലാണ്ടായി. പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ ഒന്നും ഇല്ലാണ്ടായി. അതുപോലെ ബംഗാളിൽ ഒന്നും ഇല്ലാണ്ടായി. ഒരു MLA പോലും ഇല്ലാതിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലാണ് ഒരു MLA അവിടെ ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതായത് പിന്തുണ. ആ കോൺഗ്രസിന്റെ പിന്തുണയില്ലാതെ കണ്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലാണ് BJP-ക്കെതിരെ പൊരുതാൻ കഴിയോ? അപ്പൊ കോൺഗ്രസ്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ കോൺഗ്രസിന്റെ പിന്തുണയും ഇന്ത്യയിൽ
മറ്റെല്ലാ ഇടതുപക്ഷ പാർട്ടികളെയും ജനാധിപത്യ പാർട്ടികളെയും കൂടെ ചേരാൻ നിങ്ങൾക്കാവണം. നേതൃത്വം കൊടുക്കാൻ CPM-നാവില്ല. അത്രയും വലിയ പാർട്ടിയല്ല, നേതൃത്വം കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അന്ധമായ കോൺഗ്രസ് വിരോധം. CPM ഉപേക്ഷിക്കേണ്ടി വരും, ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ ഇതുപോലെ ബംഗാൾ പോലെ കേരളവും. കേരളം ബംഗാൾ പോയാൽ അവസ്ഥ എന്താ അറിയോ? കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും തമ്മിലടിച്ചു ബംഗാളിൽ. വലിയ യുദ്ധമായിരുന്നു അവിടെ. അവസാനം ഇപ്പൊ എന്തായി? അവിടെ കോൺഗ്രസും ഇല്ല, മാർക്സിസ്റ്റും ഇല്ല. ആ നിലയ്ക്ക് എത്തിയില്ലേ? പിന്നെ ഇപ്പൊ രണ്ടുപേരും യോജിച്ചു ആരെ തോൽപ്പിക്കാൻ? BJP. അപ്പോഴേക്കും രണ്ടുപേരും എന്തായി? ഇല്ലാണ്ടായി. നമ്മൾ ആലോചിക്കേണ്ടത് അത് തന്നെയാണ്. അപ്പോഴേക്കും രണ്ടുപേർ ഇല്ലാണ്ടായി. കോൺഗ്രസും ദുർബലപ്പെട്ടു, CPM-ഉം ദുർബലപ്പെട്ടു. ഇവിടെയും നിങ്ങൾ അതാ നീക്കെങ്കിൽ ഇവിടെയും സംഭവിക്കുന്നതാണ്. BJP എന്ന് പറയുന്നത് ഏത് നിമിഷവും ഇന്ത്യയുടെ കേരളത്തിൽ കടന്നുകൂടാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നിയമസഭയിൽ പോയി ഇരിക്കുമ്പോൾ 3 പ്രഗത്ഭന്മാരായിട്ടുള്ള 3 BJP MLA-മാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് 3 നാളെ എത്രയാവുമെന്ന് പറയാൻ കഴിയില്ല. ഈ അപകടം നമ്മുടെ മുമ്പിലുണ്ട്. ഈ അപകടത്തെ ചെറുക്കാൻ എന്താണ് CPM-ന്റെ നിലപാട്? ഒറ്റയ്ക്ക് സാധിക്കോ? അപ്പൊ അവരതാ പറയുന്നത്, ഞങ്ങൾ ഒറ്റയ്ക്ക് സാധിക്കും, കേരളത്തിൽ സാധിക്കും. എവിടെ സാധിക്കാൻ? സാധിച്ചോ നിങ്ങൾക്ക്? ഈ 3 പേർ ജയിച്ചു വന്നപ്പോൾ അവരെ തടയാൻ നിങ്ങൾക്ക് സാധിച്ചോ? സാധിച്ചില്ലല്ലോ. ഇപ്പോൾ അവർ CPM-കാർ പറയുക എങ്ങനെയാ? കേരളത്തിലൊന്നും വേണ്ട, കേരളത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ BJP-യെ തോൽപ്പിക്കാൻ കഴിയും, കോൺഗ്രസിലൊന്നും ശുപാർശ വേണ്ടെന്നാ. സാധിക്കില്ല. സഹകളെ നിങ്ങൾ ആലോചിക്കണം. ഈ കേരളവും ബംഗാളിന്റെ നിലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ ശ്രമിച്ചാൽ ഈ അന്ധമായ കോൺഗ്രസ് വിരോധം ഉപേക്ഷിച്ചുകൊണ്ട് CPM രാഷ്ട്രീയ നയത്തിൽ മാറ്റം വരുത്തുമോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ നയം മാത്രം ഉണ്ടാവും, ജനങ്ങളുണ്ടാവില്ല. ഇതിലേക്കാണ് കേരള രാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ UDF-ന്റെ പിന്തുണ സ്വീകരിച്ചു പോയി. ശരി, തങ്ങൾ വർഗവഞ്ചകർ തന്നെ, നിങ്ങളെല്ലാം വലിയ വർഗ സ്നേഹിക്കുന്ന ആയിക്കോട്ടെ. പക്ഷേ ജനങ്ങൾ ആരെയൊപ്പാണ്? കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ, തളിപ്പറമ്പിലെയും പയ്യന്നൂർ ആളുകൾ മാത്രമല്ല. അങ്ങനെ ധരിക്കണ്ട. ഇന്ന് കേരളത്തിൽ CPM-ന് കിട്ടിയ വോട്ടിംഗ് ശതമാനം എത്രയാണ്? അത് നമ്മുടെ ബാക്കി ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ എന്ത് നിലപാടിലാണ്? CPM വിരുദ്ധ നിലപാടിലാണ് നിൽക്കുന്നത്. അത് കാണണ്ടേ? അത് വീണ്ടും വീണ്ടും CPM ചുരുങ്ങി ഇല്ലാതെ ദുർബലപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നത് CPM അങ്ങനെ തകരരുന്ന, CPM നിലനിൽക്കണമെന്ന ഒരു ഇടതുപക്ഷ പാർട്ടിയായിട്ട് ഉണ്ടാവണം. ഇടതുപക്ഷങ്ങളാകെ യോജിക്കണം ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ. അതിന് CPM ഉണ്ടാവണമെന്ന. അതുകൊണ്ട് നിങ്ങൾ നിലപാട് പരിശോധിച്ച് ഈ കേരളത്തിന്റെ ഭാവിയെ കണ്ടുകൊണ്ട് കേരളത്തിൽ ഇന്ത്യ രാജ്യം അതിവേഗം ഫാസിസത്വവും കേരളത്തെയും പിടികൂടാനുള്ള നിലപാടിലേക്കാണ് കേന്ദ്രം ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം മണ്ഡലം പുനർവിഭജനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നിയമം നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊന്നും കാണാതെ, ഇത്രയും ഭയാനകമായ ഒരു രാഷ്ട്രീയ ഭാവിയെ കാണാതെ നിങ്ങൾ താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ചപ്പടാച്ചി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിലെ രാഷ്ട്രീയം നിയന്ത്രിക്കാൻ CPM-നാകില്ല എന്ന് ഇനിയെങ്കിലും അവർ തിരിച്ചറിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഞാൻ നീട്ടുന്നില്ല. തീർച്ചയായിട്ടും CMPക്ക് ഇന്നത്തെ നമുക്കറിയാം ഒരു ഇടതുപക്ഷ പാർട്ടി എന്നുള്ള ഇതിൻ്റെ ഇടയിലെല്ലാം പല എതിർപ്പുകളെയും അതിജീവിച്ചിട്ട് വന്നവരാണ്. എനിക്കറിയാമല്ലോ. പക്ഷെ അപ്പോഴും ഞാൻ സഖാവ് ജോണിനെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. കാരണം എന്താ അറിയോ, ഞാൻ സിഗയുടെ ഒരു ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ജോണിൻ്റെ നേതൃത്വം ജാഥ വരികയായിരുന്നു ഇവിടെ. അന്ന് ഓഫീസർ ഇതിൻ്റെ മേലെ, കെട്ടിടത്തിൻ്റെ മേലെയാണ്. ആ ജോൺ അവിടെ നിന്ന് നേരെ ഓടി വന്ന് ഞങ്ങളോട് കുശലം പറയാൻ വേണ്ടി വന്നു ഓഫീസിലേക്ക്. ആ കാണിച്ച സ്നേഹം, സന്മനസ് ചെറുതല്ല. ഇന്ന് നമ്മളെ കണ്ടാൽ വെറുത്തു പോലെ CPM നേതാക്കന്മാരുണ്ട്. കണ്ടാൽ കാണാതെ മാതിരി നടക്കുകയോ അല്ലെങ്കിൽ കണ്ടാൽ മുഖവീർപ്പിച്ച് നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നവരുണ്ട്. ഞാനിവിടെ അന്നും CMPIയുടെ നേതാവായിട്ട് പ്രചരണം നടത്തുന്ന ജോൺ നമ്മുടെ ഓഫീസിലേക്ക്, ഞാൻ സെക്രട്ടറി ആയി നമ്മുടെ ഓഫീസിലേക്ക് കയറി വന്ന് ഞങ്ങളോട് കുശലം പറഞ്ഞ് കയ്യും പിടിച്ച് പോയിട്ടില്ല. അതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയം CPM തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ മറ്റു കാര്യത്തിൽ കണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 40 വർഷത്തോളമായിട്ട് ഇങ്ങനെയൊരു പാർട്ടിയെ എല്ലാ വിധത്തിലും CPM പോലുള്ള പാർട്ടി എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ട് ഈ 40 വർഷം ഈ പാർട്ടിയെ നയിക്കാനും ഇന്നും കേരളത്തിൽ ഇതാ ഒരു ഇടതുപക്ഷ പാർട്ടി, അത് CMP ഒരു ഇടതുപക്ഷ പാർട്ടിയായിട്ട് ഉണ്ട് എന്ന് ഇതിന് മുമ്പിൽ കാണിക്കാനും കഴിഞ്ഞത് അത്ര നിലപാടുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ CMPയുടെ 40ാം വാർഷികത്തെ എല്ലാവിധ ഭാവുകളും നേരുകയാണ്. ഒരു കാര്യം കൂടിയുണ്ട്. സഖാവ് ജോൺ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഞാനതിന് നന്ദിയുണ്ട്. പക്ഷെ ഞാൻ നിലപാട് ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഒരു പാർട്ടിയിലും ചേർന്ന് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹമില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇടതുപക്ഷ പാർട്ടി എന്നുള്ള നിലക്ക് CMP ഉൾപ്പെടെയുള്ള പാർട്ടികൾ വിളിച്ചാൽ ഏത് സമയത്തും അത്തരം പരിപാടികൾ ഞാൻ പങ്കെടുക്കുകയും അവരോടൊക്കെ എൻ്റെ എന്താ പറയുക യോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യും.
തീർച്ചയായിട്ടും അത്തരമൊരു നിലപാടുമായിട്ടാണ് മുമ്പോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ UDF പിന്തുണച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സീറ്റ് തളിപ്പറമ്പ് അവരുടെ സീറ്റായിരുന്നു. ഞാൻ മത്സരിച്ചപ്പോൾ അവർ എനിക്ക് പിന്തുണന്നു. ആദ്യം നേരത്തെ പറഞ്ഞു ജോണാണ് ആദ്യം എന്നെ വിളിക്കുന്നത്, അതെ ജോണാണ് വിളിക്കുന്നത്. അപ്പോൾ തന്നെ വിളിച്ചു, പിന്നെ കോൺഗ്രസ് പിന്തുണ നൽകി. അതിനെല്ലാം വലിയ ഈ കർട്ടൻ്റെ പിന്നിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ കർട്ടൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് ശ്രാവ് ജോൺ എന്നത് എനിക്കും ജോണിനും അറിയാം. തീർച്ചയായിട്ടും അതൊക്കെ തന്നെ, അതുകൊണ്ട് തന്നെ UDFൻ്റെ ഒരു MLA ആയി ഈ തുടരുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഒരു ഇടതുപക്ഷ മനസ്സും ഇടതുപക്ഷത്തോടൊപ്പം ഇനി ആര് വിളിച്ചാലും CPM വിളിച്ചോട്ടെ, CPM വിളിച്ചാലും ഞാൻ പോകും, അതായത് CPI വിളിച്ചാലും പോകും, CP വിളിച്ചാലും പോകും. ഒരു ഇടതുപക്ഷമായി ഒരു ഇടതുപക്ഷ മനസ്സ് മാത്രമല്ല ഇടതുപക്ഷ ജീവിതചര്യ മുമ്പോട്ട് നയിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ചു പോവുക. കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാൻ ഒരു പാർട്ടിയിലും അംഗത്വം എടുക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി എന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും, എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ വളരെ സന്തോഷമുണ്ട് നിങ്ങളെ സംബോധന ചെയ്യാൻ. കാരണം എന്നെ ഒരു MLA ആക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പിന്നെ നേതാവാണ് സഖാവ് ജോൺ എന്നുള്ളതും ജോണിൻ്റെ സ്നേഹപൂർണ്ണമായിട്ടുള്ളതാണ്. എനിക്കതിൽ ഏറ്റവും ഒരു പാർട്ടി നേതാവ് കാണിക്കുന്ന സ്നേഹം, ആ സ്നേഹപൂർണ്ണമായ പെരുമാറ്റം കൂടി എന്നെ വളരെയേറെ ആകർഷിച്ചത്. അതുകൊണ്ടാണ് ജോൺ വിളിച്ചപ്പോൾ ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞിട്ടുള്ളത്. നാളെ തൃശ്ശൂരെത്താൻ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം നാളെ എനിക്ക് ഒരു അത്യാവശ്യ പരിപാടികളുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും എൻ്റെ എല്ലാ ഭാവങ്ങളും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കും.